അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, അതിദാരുണമായ രംഗമാണ് പുതിയങ്ങാടി നേർച്ചയിൽ സംഭവിച്ചത്. നമ്മളെല്ലാവരും അത് കണ്ടതാണ്. ആരാണിത് പഠിപ്പിച്ചത്? ഇത് എവിടുന്നാണ് ഇത് വന്നത്? അള്ളാഹു റസൂലും പഠിപ്പിച്ച നേർച്ചയാണ്. നേർച്ച എന്ന് പറഞ്ഞാൽ ഇസ്ലാം പഠിപ്പിച്ച നേർച്ചയുണ്ട്. അത് ആ നേർച്ച മുഴുവൻ അള്ളാഹുവിനാണ്. ഇത് ആർക്കാണ് ഈ നടത്തിക്കൂട്ടിയ നേർച്ചകൾ? ഇതിപ്പോ പുതിയങ്ങാടി മാത്രമല്ല, എല്ലാ ദർഗകളും മരിച്ചവരെ പേരും പറഞ്ഞിട്ടാണ് ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൂട്ടുന്നത്. ഇത് ഇസ്ലാമല്ല. ഇസ്ലാമിൽ ഈ രൂപത്തിൽ കാട്ടിക്കൂട്ടുന്ന ഒരു നേർച്ച എന്ന് പറയുന്ന സംവിധാനം ഇസ്ലാം പഠിപ്പിച്ചിട്ട് അള്ളാഹു റസൂലും പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ നേർച്ച എന്ന് പറഞ്ഞത് ഇസ്ലാം പഠിപ്പിച്ച പുണ്യകർമ്മമാണ്. അതിന്റെ മറവിലാണ് ഈ രൂപത്തിലുള്ള തോന്നിവാസങ്ങളും തെമ്മാടിത്തരങ്ങളും കാട്ടിക്കൂട്ടുന്നത്. ഇതിനാരാണ് സമാധാനം പറയാം? എത്ര കുടുംബങ്ങളാണ് കണ്ണീര് കുടിക്കുന്നത്? എത്ര പേരാണ് അപകടത്തിൽപ്പെടുന്നത്? ഇതുപോലെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചേറ്റുവയിലും ഒരാൾ ഇതുപോലെ തന്നെ ആന ആക്രമിച്ചിട്ട് കൊലപ്പെടുത്തുകയുണ്ടായി. ഇതൊക്കെ നിരന്തരമായി സംഭവിക്കുമ്പോഴും ഒരുപാട് പേര് ഇതിന്റെ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടും അത് ദീനല്ല, അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല, അള്ളാഹു റസൂലും പഠിപ്പിച്ച നേർച്ച ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്താലും ഈ കൗമിന് ഇതൊന്നും തലേ കയറൂല. കാരണം വെച്ചാല് മുസ്ലിയാക്കന്മാർ ഇതിനൊക്കെ ആരാ ഇതിന് സമാധാനം? പള്ളി കമ്മിറ്റി സമാധാനം പറയോ? സമസ്ത സമാധാനം പറയോ? പൂര കമ്മിറ്റി സമാധാനം പറയും? ദീർഘ കമ്മിറ്റി സമാധാനം പറയും? ആ കുടുംബത്തിന് പോയി എന്നല്ലാതെ എത്ര പേരാണ്? ഇപ്പൊ 10-17 പേർക്ക് അപകടം സംഭവിച്ചു. ആ കുടുംബത്തിന് പോയി എന്നല്ലാതെ ഈ പറയുന്ന ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ ആർക്കും ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. ആരാ ഇതിന് ഉത്തരവാദി? ഇതിന്റെ ഉത്തരവാദി കൃത്യമായിട്ട് സമസ്ത തന്നെയാണ്. സമസ്തക്ക് ഇതിന്ന് ഒഴിഞ്ഞു മാറാനേ പറ്റില്ല. ഞങ്ങളെല്ലാവരും പലപ്പോഴും പറയുന്നുണ്ട് നേർച്ച ഇങ്ങനെയുള്ള തോന്നിവാസം നടത്താൻ പാടില്ല, ഞങ്ങൾ എപ്പോഴും ഇങ്ങനെയൊക്കെ തടയലുണ്ടെന്നൊക്കെ ഇവർ പറയലുണ്ടെങ്കിലും ഇവരാണ് ഇത് പഠിപ്പിച്ചു വെച്ചത്. പഠിപ്പിച്ചു വെച്ചിട്ട് പണം കിട്ടി തിന്നാൻ തുടങ്ങിയ പിന്നെ ഇവർ ഈ പണി നിർത്തൂലല്ലോ. ഞങ്ങൾക്ക് ശാലിയാത്തിന്റെ ഫത്തുവുണ്ട്, ചെണ്ടമുട്ടാൻ ഫത്തുവുണ്ട്, പി വിളിക്കാൻ പിന്നെ ഫത്തുവുണ്ട്. അലവി ചോദിച്ചത് ആനയ്ക്ക് എന്താ കുഴപ്പമെന്നാണ്. ആനയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്നാണ് അലവി പലപ്പോഴും ചോദിക്കുന്നത്. അപ്പൊ ഇവര് തന്നെ അത് പഠിപ്പിച്ചു വിടുന്നതേ. സമസ്തയാണ് ഈ രൂപത്തിലുള്ള കാര്യം. സമസ്ത മുസ്ലിയാക്കന്മാർ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ പുതിയങ്ങാടി നേർച്ചയ്ക്ക് കൊടി ഉയർത്തിയതാരാ? അൽഫാത്തിഹ വിളിച്ചതാരാ? നേർച്ചയ്ക്ക് മുമ്പ് മുസ്ലിയാക്കന്മാരല്ലേ? അപ്പോ കൃത്യമായി ഈ ഉമ്മത്തിനെ പിഴപ്പിക്കുക, ഈ ഉമ്മത്തിനെ പിഴപ്പിക്കുകയും അതോടൊപ്പം തന്നെ കൊലക്ക് കൊടുക്കുകയാണ് ഈ സമസ്ത ഈ നേർച്ചയിലൂടെ. ഇതുപോലെ എത്രയെത്ര ദർഗകളിൽ എത്രയെത്രയോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, എന്നിട്ട് കണ്ണു തുറക്കണില്ല ഇവർക്ക് ആർക്കും. കാരണം വെച്ചാല് ഇവർക്ക് ഇനി തടയാൻ പറ്റൂല. ഇനി എന്താ തടയിന്? ഇവർക്ക് എങ്ങനെ പറഞ്ഞാൽ ഇവർക്ക് ഇതിൽ നിന്ന് ഉത്തരവെന്ന് പിന്നെ ഒഴിഞ്ഞു മാറാനേ പറ്റില്ല. ഇത് ഷിയായിസമാണ്. ഇങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ, നേർച്ച എന്ന് പറഞ്ഞത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ് എങ്കിലും പക്ഷെ അത് ഈ രൂപത്തിലുള്ള നേർച്ചയല്ല. അത് കൃത്യമായി ആ നേർച്ചയുടെ മാനദണ്ഡങ്ങൾ കൃത്യമായി എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ അള്ളാഹു റസൂലും പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് അള്ളാഹു റസൂലും പഠിപ്പിക്കാത്ത മാർഗമാണ്. സമസ്തക്ക് എപ്പോഴും അള്ളാഹു റസൂലും പഠിപ്പിക്കാത്ത കാര്യം ചെയ്യാനാണ് ഏറെ ആവേശം. കാരണം പഠിപ്പിച്ച കാര്യം ചെയ്യുമ്പോൾ ഇവർക്ക് പണം കിട്ടൂല, കൃത്യമായിട്ട് തിന്നാൻ കിട്ടില്ല. അതാണ് വിഷയം. ഇനിയിപ്പോ ഇതിന് ഒഴിവാകോ? ഇല്ല. എത്ര മരണങ്ങൾ ഇനി സംഭവിക്കാനിരിക്കുന്നു. എത്ര വീടുകളിലാണ് ഈ നേർച്ചയുടെ പുറകിൽ കൂടെ നടന്നിട്ട് കണ്ണുനീര് കുടിക്കുന്ന കുടുംബം എത്രയാണ്? ആർക്കാണ് ഇതിന് നഷ്ടം സംഭവിക്കുക? ആരാ അതിനൊക്കെ സമാധാനം പറയാ? ഈ മുസ്ലിം സമൂഹത്തിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. നിരന്തരമായിട്ട് ഈ രൂപത്തിലുള്ള തോന്നിവാസമാണ്. ഇതൊക്കെ തോന്നിവാസങ്ങളാണ്, ഇത് ഇസ്ലാം അല്ല, ഇത് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല, അള്ളാഹു റസൂൽ പഠിപ്പിച്ചതല്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്താലും ഇതിങ്ങനെ പെറ്റ് പെരുകയാണ്. ഓരോ വർഷം ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഇനിയൊക്കെ നേർച്ച പൂരത്തിന്റെ കാലഘട്ടങ്ങളാണ് മുഴുവൻ. ഇനി എത്രയോ കുടുംബങ്ങൾ കണ്ണീര് കുടിക്കാതിരിക്കുന്നു. എപ്പോഴാണ് ഇവർക്കൊക്കെ ബോധം വരിക? എപ്പോഴാണ് ഇവർക്കൊക്കെ ദീൻ പഠിച്ച് മനസ്സിലാക്കുക? കൃത്യമായ ദീനിന്റെ പാന്താവിലേക്ക് ഇവരൊക്കെ എപ്പോഴാ വരിക? എന്നിട്ട് ഇപ്പൊ മുസ്ലിയാക്കന്മാരോട് ചോദിച്ചാൽ പറയും എന്തിനും ഞങ്ങളെ കുറ്റപ്പെടുന്നു. ഞങ്ങളിത് പലപ്പോഴും പല വേദിയിലൊക്കെ പോയിട്ട് എതിർക്കലുണ്ട്, ഇത് ചെയ്യാൻ പാടില്ല, ഇത് അനാചാരമാണ്, ഈ രൂപത്തിൽ നേർച്ചയല്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ തടയാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി തടഞ്ഞിട്ട് കാര്യമല്ല. കാരണം എന്താ? തിന്ന് പഠിച്ചു പോയി. ഇത് നല്ലൊരു സംഭവമാണ്. കാരണം വെച്ചാൽ കൊള്ളയടിക്കുക, ഈ ഉമ്മത്തിനെ കൊള്ളയടിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. പിന്നെ നിർത്തുവര് തിന്ന് പഠിച്ചവര് ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകുക ചെയ്യും. കാരണം ഒട്ടുമിക്ക ജാറ ഇവര് നിർത്തൂല. ജാറ നിർത്തിയാൽ തന്നെ ഈ തോന്നിവാസങ്ങളൊക്കെ നിർത്താൻ പറ്റും. ജാറ നിർത്തൂല. കാരണം ജാറും ഔലിയാക്കന്മാര് പെരുകുന്നു, ജാറും പെരുകയാണ്. ജാറുണ്ടെങ്കിലേ സമസ്തക്ക് തിന്നാൻ പറ്റുള്ളൂ. ഒട്ടുമിക്ക ജാറത്തിലെ വരുമാനം സമസ്തക്കാ പോകുന്നത്. അറബി കോളേജ് നടത്താനും പള്ളിയിലെ മുസ്ലിയാക്കന്മാർ ശമ്പളം കൊടുക്കാനൊക്കെ ഈ ജാറം വെച്ചിട്ടാണ്. ജാറം വിറ്റ് തിരുന്ന ഒരു പൂജാരിമാർ തന്നെ ഈ കൂട്ടത്തിലുണ്ട്, ഇവരെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പോ ഈ സമസ്തക്ക് ഇതിന്ന് ഒഴിഞ്ഞു മാറാനേ പറ്റില്ല.
പ്രിയമുള്ള സഹോദരങ്ങളെ, അതിദാരുണമായ രംഗങ്ങളാണ് കേരളത്തിന്റെ മണ്ണിൽ ഈ നേർച്ചപ്പൂരത്തിന്റെ പേരും പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുകയാണ്. ഇത് കണ്ടും കേട്ടും ഈ ഉമ്മത്തിനെ കൊലയ്ക്ക് കൊടുക്കുന്ന വിഭാഗമായി മാറിയിരിക്കുന്നു സമസ്തകള്. മതപണ്ഡിതന്മാരാണ് കൃത്യമായിട്ട് ജനങ്ങളെ ദീൻ പഠിപ്പിക്കേണ്ടത്. ദീൻ പഠിപ്പിക്കുന്നതിന് പകരം ഇവർക്ക് പള്ള നിറയ്ക്കാനുള്ള സാമ്പത്തികമായ വരുമാനം ഉണ്ടാക്കാൻ ഇവർ ശ്രമിച്ചത്. തുടക്കം മുതൽ ഇവരതിന് തുടക്കം കുറിച്ച് പിന്നെ ഓരോ ജാറങ്ങൾ കെട്ടിപ്പൊക്കാനും അതുപോലെ തന്നെ ഉറൂസ് ഉണ്ടാക്കാനും ആണ്ട് ഉണ്ടാക്കാനും അതിന് ഞങ്ങളെ ഒരു ഫത്വ ഉണ്ടെന്നു, ഷാലിയാത്തി അത് സമ്മതിച്ചിട്ടുണ്ടെന്നു, ഷാലിയാത്തിൽ അനുവാദം ഉണ്ട് ചെണ്ട മുട്ടാനൊക്കെ പിന്നെ അനുവാദം ഷാലിയാത്ത് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫത്വയും വെച്ച് വാറോളിയും വെച്ചിട്ടാണ് ഇവർ നേർച്ച പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്. ഇതിന് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിന്റെ ഉത്തരവാദികൾ ജാറ നടത്തിപ്പുകാരും സമസ്തയും അതോടൊപ്പം തന്നെ പള്ളി കമ്മിറ്റിക്കാരും അവിടെ നേതൃത്വം കൊടുക്കുന്ന മതപുരോഹിതന്മാരുമാണ് ഇതിന്റെ ഉത്തരവാദിത്തം. ഇവരൊക്കെ പിടിച്ച് തുറുങ്കിലടക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ മുസ്ലിം സമൂഹത്തിന് പിന്നെ സുന്നത്തി ജമാഅത്ത്, ഇവർക്ക് സമസ്തയ്ക്ക് സുന്നത്തി ജമാഅത്ത് എന്ന് പറഞ്ഞാലും പിന്നെ ആന സുന്നത്തി ജമാഅത്തിന്റെ ജീവിയാണ്. കാരണം ഇത് ഒഴിവാക്കിയിട്ട് ഇവർക്കൊരു ജീവിതമല്ല. ആനനെ ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടി ഇവർക്കില്ല. ഇവരോട് പറയുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ എന്നും എതിർത്തിട്ടുണ്ടെന്ന് പറയും ചെയ്യുക, പഠിപ്പിക്കുകയും ചെയ്യും. ഒരു ഭാഗത്തൂടെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും, ഒരു ഭാഗത്ത് എതിർത്തുകൊണ്ടേയിരിക്കും. എതിർത്തിട്ട് യാതൊരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇനി എതിർത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം ഇത് നല്ല സമ്പത്തുള്ള പരിപാടിയാണ്. ഇത് നല്ലോണം വരുമാനം കിട്ടുന്ന പരിപാടിയാണ്. ഈ മുല്ലക്കര നേർച്ച, അതേപോലെ ഇതിന്റെ നേർച്ചയുടെ പേരിൽ ഒരുപാട് ഫണ്ടുകൾ ഉണ്ട്. ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ പൈസ പലിശ കൊടുക്കുന്ന ചന്ദനക്കുട ഫണ്ട് എന്ന് പറഞ്ഞിട്ട് പല നാട്ടിലും പലിശ കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ പിന്നെ അതിങ്ങനെ കടം കൊടുക്കുക, അത് തിരിച്ചു വാങ്ങുക, എന്നിട്ട് ആ കൊല്ലം കഴിയുമ്പോൾ നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ രൂപത്തിലുള്ള തോന്നിവാസത്തിന് വേണ്ടി പൈസ ചെലവാക്കുക. എന്തെല്ലാം തോന്നിവാസങ്ങളാണ് നേർച്ചകൾ നടക്കുന്നത്. ഈ ദർഗ ഒരു മരിച്ചു പോയ ആൾ മഹാനാണെന്നും പറഞ്ഞിട്ടാണ് ഈ തോന്നിവാസം നടക്കുന്നത്. അത് ഒന്നും രണ്ടും ഒരാളെ പേരിൽ പല ജാറങ്ങൾ പല നാട്ടിലാക്കി എടുക്കുന്നതേ. എല്ലാവിടെയും അവിടെ മയ്യത്ത് വേണം, കബറ് വേണം, അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ മറവ് ചെയ്യണമെന്നൊന്നും ആവുന്നില്ല. ഇവർക്കൊരു മൺകൂന പിന്നെ കൊള്ളിക്ക് പിന്നെ മരച്ചീനൊക്കെ ഉണ്ടല്ലോ, അതിനിങ്ങനെ തടെടുത്ത് കഴിഞ്ഞാൽ അതിന് മുകളിൽ പട്ടിട്ടാൽ ഇവർക്ക് പൈസ കിട്ടിയാൽ മതി. ഇങ്ങനെ ഈ രൂപത്തിൽ ഇന്ന് പഠിച്ച വിഭാഗമാണ് ഈ സമസ്തകള്. സമസ്തകളെ തന്നെ പറയുള്ളൂ. കാരണം ഇവരാണ് ഇവരുടെ പിന്നെ നേതൃത്വം. അവരാണ് ഇതിനെ പിന്നെ പഠിപ്പിച്ച് വിടുന്നത്. അവർ പഠിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇനി തടയാൻ പറ്റൂല, ഇവർക്ക് തടയാൻ പറ്റൂല. കാരണം തിന്ന് പഠിച്ചു പോയി. സമ്പത്ത് കിട്ടുന്ന ഏറ്റവും കൂടുതൽ പണം കിട്ടുന്ന ഒരു മേഖല ജാറാണ്. തുടക്കത്തിൽ വലിയ ചെലവൊന്നുമില്ല. ഒരു ചാക്ക് സിമന്റ് 25 കട്ടയും അത് മതി. പിന്നെ 1 മീറ്റർ തുണിയും ഒരു കിട്ടിത്തിരിയും, അത്ര മാത്രം മതി, വേറൊന്നും വേണ്ട. പിന്നെ കിട്ടുന്നതൊക്കെ ഇങ്ങോട്ട് വരുമാനമാണ്. പിന്നെ അവിടെ ചെലവാക്കേണ്ട കാര്യമില്ല, പിന്നെ ഇങ്ങോട്ട് കിട്ടുകയാണ്. പിന്നെ അവിടെ ജാറം കെട്ടിപ്പോക്കി, പിന്നെ അവിടെ ഉറൂസായി, പിന്നെ ആനയായി, ആണ്ടായി, നേർച്ചകളായി, പിന്നെ അതേപോലെ വ്യത്യസ്തമായ പെട്ടികളായി, പിന്നെ ബദ്രീങ്ങളെ പെട്ടി, പിന്നെ സ്വലാത്ത പെട്ടി, മറ്റേ പെട്ടി, മറിച്ച പെട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് പെട്ടികളെ വെച്ച് ഇങ്ങനെ തിന്നുന്ന വിഭാഗം ഈ സമൂഹത്തിനെ കൊലക്ക് കൊടുക്കുക. ഈ സമൂഹത്തിന്റെ കുടുംബത്തിലെ ഓരോരുത്തരെയും ഒരു കുടുംബത്തിനെ മുഴുവൻ കണ്ണീരിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ. അള്ളാന്റെ ദീൻ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ മതപുരോഹിതന്മാര് ഈ രൂപത്തിലുള്ള തോന്നിവാസങ്ങളാണ് ഈ സമൂഹം നടത്തുന്നത്. ഇതിനൊക്കെ പിന്നെ തടയേണ്ട സമയമായി, ഇതൊക്കെ നിർത്തിവെക്കേണ്ട സമയമായി. ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങിയാൽ തന്നെ ഈ രൂപത്തിലുള്ള കൊള്ളയും കൊലയും ഈ സമ്പത്ത് കൊള്ളയടിച്ച് മുസ്ലിം സമൂഹത്തിനെ പഴപ്പിക്കുന്ന ഈ രീതി ഇല്ലായ്മ ചെയ്യാൻ കഴിയും. അതിനെങ്ങനെയാ ഇതിലേക്ക് മടങ്ങൂലല്ലോ, ഖുർആനിലേക്ക് മടങ്ങൂലല്ലോ, സുന്നത്തിലേക്ക് മടങ്ങൂലല്ലോ. ഇവർക്ക് അള്ളാഹു റസൂലും എന്ത് പറഞ്ഞോ അത് അവർ ചെയ്യൂല. അള്ളാഹു റസൂലും പറയാത്ത കാര്യം ചെയ്യാൻ അവർക്ക് വല്ലാത്ത ഒരു എനർജി, ഭയങ്കര ജാഗ്രതയാണ് ആ വിഷയത്തില്. ഷിയായിസ് ആണല്ലോ, ഷിയായിസിനും കടടക്കുകയാണ്. അതുകൊണ്ട് പലപ്പോഴും ഈ സമസ്ത ഷിയാക്കളാണെന്ന് പറയാൻ കാരണം അതാണ്. കാരണം അവിടെ നിന്ന് കടമെടുത്തതാ. എല്ലാവരും ഓരോന്നും ചെയ്യണ്ടല്ലോ, അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് കൂട്ടണ്ടേ എന്ന് പറഞ്ഞിട്ട് നടത്തുന്ന തോന്നിവാസാണ് ഇപ്പൊ ഈ നടത്തിയത്. ഇപ്പൊ പുതിയങ്ങാട്ട് സംഭവിച്ചു. അതാണ് 10-17 പേർക്ക് അപകടങ്ങൾ പറ്റിയില്ലേ. ആര് കാണും കണ്ണീര്? ആരാണ് അവരെ ബുദ്ധിമുട്ട് മാറ്റുക? ആരാണ് അവരെ വിഷമത്തിൽ പങ്കെടുക്കുക? പൂര കമ്മിറ്റിക്ക് വല്ല പ്രശ്നമുണ്ടോ? സമസ്തക്ക് പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. അവർക്ക് അൽഫാത്തിഹ, മരിച്ചു കിട്ടിയാലും പൈസ. ഇനി ആന കുത്തി കൊന്നാലും ശരി, ആന ചവിട്ടി കൊന്നാലും ശരി, ആന വലിച്ചെറിഞ്ഞാലും കുഴപ്പമില്ല, അവിടെ പോകുക അൽഫാത്തിഹ, അപ്പോഴും പണാണ് കിട്ടുന്നതേ. അങ്ങനെ ഇനിയിപ്പോ ഏത് നേർച്ചയ്ക്ക് ആര് മരിച്ചാലും അവിടെ പോകും, അവിടെ ഒന്ന് പോയാൽ അവിടെ അൽഫാത്തിഹ വിളിച്ചാൽ അപ്പോഴും പൈസ കിട്ടുകയാണ്. ഇങ്ങനെ എവിടെ നോക്കിയാലും സമ്പത്ത് കൊള്ളയടിക്കാം. അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് പിന്നെ തിരു ഹദീസിൽ നിന്ന് ജനങ്ങളെ അകറ്റി നിർത്തിയിട്ട് ഈ ജൂതായുസത്തിലേക്കും ഷിയായുസത്തിലേക്കും എന്ത് ചെയ്യുക, തെമ്മാടിത്തരത്തിലേക്കും തോന്നിവാസത്തിലേക്കും ഈ മുസ്ലിം സമൂഹത്തിനെ നയിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് അവസ്ഥ. പ്രിയമുള്ള സഹോദരങ്ങളെ,
ഇസ്ലാം പഠിപ്പിച്ച പുണ്യകർമ്മമാണ് നേർച്ച എന്ന് പറഞ്ഞത്. നേർച്ച എന്ന് പറഞ്ഞത് എന്താണ് ഏതാണെന്നൊക്കെ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാണിക്കുന്നതും ഈ കാണുന്നതും നേർച്ചയല്ല. അതുകൊണ്ട് വിട്ടു നിൽക്കണേ നിങ്ങൾ ഈ വിഷയത്തിൽ നിന്ന് ഒരാളും. ഈ മുസ്ലിയാക്കന്മാർ നിങ്ങളെ കൊലക്കി കൊടുക്കും, ഈ മുസ്ലിയാക്കന്മാർ നിങ്ങളെ സമ്പത്ത് കൊള്ളയടിക്കും. ഈ സമസ്ത വിഭാഗത്തിൽ പെട്ടാൽ തന്നെ നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ച് നിങ്ങളെ പരലോകത്തെ മുഴുവൻ, ദുനിയാവും നിങ്ങൾക്ക് നഷ്ടപ്പെടും, പരലോകം അതിന് മുമ്പേ നഷ്ടപ്പെടും. കാരണം ആ രൂപത്തിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി ജാഗ്രത പാലിക്കുക. നേർച്ചയുടെ പേരും പറഞ്ഞിട്ട് ഈ രൂപത്തിൽ തോന്നിവാസത്തിൽ പെട്ടുപോയാൽ നിങ്ങൾക്ക് പോയി എന്നല്ലാതെ സമസ്തയ്ക്കും പൂര കമ്മിറ്റിക്കും ഒന്നും പോകാനില്ല. അതുകൊണ്ട് അള്ളാഹു റസൂൽ പഠിപ്പിച്ച കാര്യമല്ല എന്ന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഇതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നാണ് പറയാനുള്ളത്. അതല്ല ഇനിയും സമസ്ത കൂടാരത്തിൽ കൂടെ മുന്നോട്ട് പോയി ഞങ്ങൾ ആണ്ട് നേർച്ചയ്ക്ക് നടത്തുമെന്നാണെങ്കിൽ ഇതിനൊക്കെ വലിയ ദുരന്തം കേരളത്തിന്റെ മണ്ണ് കാണേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പും കൂടി ഞാൻ പറയാണ്. കാരണം ഇതും ഒരു മതത്തിന്റെ പേരിലാണ് എല്ലാവരും അംഗീകരിക്കുന്നത്. നേർച്ച എന്നൊക്കെ പറയുമ്പോൾ ഈ നിയമപാലകരൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നോക്കി ഇവർക്ക് വേണ്ട സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം ഇത് മതത്തിന്റെ കാര്യമാണല്ലോ. ഇനിയിപ്പോ അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ വെച്ചിട്ടാണ്. പക്ഷെ ഇത് മതമല്ല. അത് കൃത്യമായി പഠിച്ച് മനസ്സിലായി ഇത് ഇസ്ലാമിൽ പെട്ടതല്ല. ഇസ്ലാം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഇസ്ലാമിനെ കൊലയ്ക്ക് കൊടുക്കുന്ന മതമല്ല. അതേ രൂപത്തിൽ സ്വന്തം ശരീരം പോലും സ്വന്തം ശരീരത്തിന് ഹാനികരമായ കാര്യം പോലും ചെയ്യാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കുന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്നത്. ഇമ്മത തോന്നിവാസം ഇസ്ലാമിൽ പെട്ടതല്ല, മതം പഠിപ്പിച്ചതും അല്ല എന്ന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയാൽ ഇത് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ തിന്ന് ജീവിക്കുന്നവർ ഇത് നിർത്തൂല. അവരിങ്ങനെ കെട്ടിപ്പൊക്കിക്കൊണ്ടേയിരിക്കും, നേർച്ചകളൊക്കെ പിന്നെ നടത്തിക്കൊണ്ടേയിരിക്കും. ജനങ്ങൾ അതിൽ പോയി പെട്ട് പിന്നെ അപകടത്തിൽ പെടുകയും ചെയ്യും. നഷ്ടപ്പെടാനൊന്നുമില്ല. അത് അപകടത്തിൽ പെട്ടവർക്ക് നഷ്ടപ്പെട്ടു എന്നല്ലാതെ ആർക്കും ഒരു നഷ്ടം വരാനില്ല. അതുകൊണ്ട് ഉത്ബുദ്ധരായ ജനങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുക. നമ്മൾ മുസ്ലിമാണ്, നമുക്ക് ഒരു ആദർശമുണ്ട്. ആ ആദർശത്തിൽ ഉള്ള അനുസരിച്ച് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാന്നല്ലാതെ അതിന് പുറമെ നിന്ന് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊന്നും പങ്കെടുക്കരുത്. ഇത് ഇസ്ലാം അല്ല എന്നുള്ള കാര്യം പ്രത്യേകം പഠിച്ച് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.